നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റീഡിങ്സ് നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി കറൻറ്റ്ലി ഇപ്പം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീലിങ്സ് എനർജി എന്താണെന്നാണ് നോക്കുന്നത് കേട്ടോ. അവരുടെ മനസ്സ് ഒന്ന് വായിക്കാം നമുക്ക്. നിങ്ങൾക്ക് ആരെയാണോ ഈ ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യണം. നല്ല റെസണേറ്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ടൊരു റീഡിങ്സ്, നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങളുടെ പ്രസൻസ് ഉള്ളതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുക കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതാണെങ്കിലും റീഡിങ്സിലേക്ക് കണക്റ്റഡ് ആക്കുക. നിങ്ങൾക്ക് ആരെക്കുറിച്ചാണോ അറിയേണ്ടത് അത്. അതുപോലെ റൈറ്റ് ഹീലിംഗ് ചെയ്ത് നിങ്ങൾ ഹീലാവുക കേട്ടോ. ഒരുപാട് മാനസിക പ്രശ്നമൊക്കെ അനുഭവിക്കുമ്പം എന്ത് ചെയ്യണമെന്നോർത്ത് നെഗറ്റീവ് ചിന്തകളിലേക്കും നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളിലേക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഹീലിംഗ്. എഴുതി കത്തിച്ച് കളയണം, എഴുതി കത്തിച്ച് കളയുക എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഉറക്ക പ്രോബ്ലംസ് ഉണ്ടെങ്കിലും, അതുപോലെ ഒരുപാട് സ്ട്രെസ്സ്, നിങ്ങൾക്ക് ഒന്നിലും ഏകാഗ്രതയോ ശ്രദ്ധയോ ഒന്നും കിട്ടാതെ എപ്പോഴും ഈ ബന്ധങ്ങളിലും പ്രശ്നങ്ങളിലും നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തെ കണക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റ് ഹീലിംഗ് ചെയ്ത് നിങ്ങൾ ഹീലായി പുറത്ത് കടക്കാൻ ശ്രമിക്കണം കേട്ടോ. അതിനകത്ത് ഒരു എന്താ പറയുക, നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി നിങ്ങളുടെ മനസ്സ് തുറക്കുന്നതിനേക്കാളും എപ്പോഴും വളരെ സേഫും വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമായ ഒരു കാര്യമാണ് റൈറ്റ് ഹീലിംഗ്. സ്വയം എഴുതുക, കത്തിച്ച് കളയുക. അതനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് പവർഫുള്ളായി തീരും കേട്ടോ. നല്ല ശക്തമാകുന്ന ഒരു എനർജിയിലേക്ക് മാറും. പിന്നെ അഫർമേഷൻസ് എഴുതുക. നമ്മളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി എഴുതി കണക്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് വ്യക്തികളുടെ ആ റീഡിങ്സിലേക്ക് കടക്കാം. ഇവിടെ വന്നിരിക്കുന്ന 2 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. വല്ലാതൊരു കൺഫ്യൂസ്ഡ് എനർജിയിൽ, വളരെയധികം ഒരു എന്താ പറയുക, സ്ട്രഗിൾ എനർജിയിലാണ് നിൽക്കുന്നത്. മനസ്സ് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഓവർ തിങ്കിങ് എനർജിയിലാണ് കറൻറ്റിൽ അവർ കടന്നു പോകുന്നത്. അതായത് ഒരു കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, സെൽഫ് അവരെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സെൽഫ് ഡൗട്ട് എനർജിയിൽ നിൽക്കുന്നത്. അതായത് അവരുടെ പ്രവർത്തികളിലും അവർ ചെയ്ത ചില കാര്യങ്ങളിലുമെല്ലാം ഇപ്പോൾ അവർക്ക് ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. ശരിക്കും ഒരു കുറ്റബോധമുണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്. അവരെവിടെയാണ് നിൽക്കുന്നതെന്നറിയില്ല. അവരിപ്പോൾ പാസ്റ്റിലാണോ പ്രസൻറ്റിലാണോ അതോ ഫ്യൂച്ചറിലേക്ക് പോകുന്ന എനർജിയിലാണോ, എവിടെയാണ് അവർ ഇപ്പോൾ സ്റ്റിൽ വെയിറ്റ് ചെയ്യുന്ന, അവർ എന്ത് അവസ്ഥയിലാണ്, അവരുടെ ലൈഫിനെ കുറിച്ച് അവർക്ക് യാതൊരുവിധ ക്ലാരിറ്റിയും ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അവർ കൺഫ്യൂസ്ഡ് ആണ്. അവരെവിടേക്കോ പെട്ടുപോയതുപോലെ, അല്ലെങ്കിൽ എവിടേക്കോ അവർക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു, തെറ്റ് സംഭവിച്ചു എന്നുള്ള ആ ഒരു സ്ട്രോങ് തോട്ട്സ് അവരെ ശരിക്കും പിടികൂടിയിട്ടുണ്ട് കേട്ടോ. അവർ കൺഫ്യൂഷൻ എനർജിയിലാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ ഇനി കറക്റ്റ് ആകുമോ, കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഇല്ലായ്മ, അതുപോലെ അവരുടെ ഉള്ളിൽ എപ്പോഴും അവരോട് തന്നെ അവർക്കൊരു വിശ്വാസക്കേട് ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കറൻറ്റ്ലി നോക്കുമ്പോൾ നമുക്ക് അവരുടെ ഫീലിങ്സിൽ പറയാൻ പറ്റുന്നത്. ശരിക്കും അവരൊരു ജസ്റ്റിസ് എനർജിയിലാണ് കേട്ടോ. അവരെ തന്നെ വിധിക്കുന്ന, അവരെ തന്നെ അവർക്ക് ബാലൻസ് ചെയ്യേണ്ടി വരുന്ന, അവരുടെ തെറ്റുകൾ അവർക്ക് തന്നെ മനസ്സിലാക്കി അതിന് ഉചിതമാകുന്ന ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് അവരിപ്പം നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എല്ലാം മെയിൻ കാരണം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പക്ഷേ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി. ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റാണ്, ഞാനാണ് ശരി എന്നുള്ള ഒരു ഫീലിങ്സ്, പ്ലസ് അവരുടെ കൂട്ടത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ, അവർക്ക് അവസരങ്ങൾ, അവരിലേക്ക് പല കാര്യങ്ങളും വന്നു ചേർന്നപ്പോൾ തോന്നിയ കുറച്ച് ഈഗോ, ക്ലാഷ് എനർജി, ഇതെല്ലാം അവരെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ചീറ്റിംഗ് മൈൻഡ് അവരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വീഴ്ത്തിയിരിക്കുന്ന, അവരെ സ്റ്റക്കാക്കിയിരിക്കുന്ന അവരുടെ ചീറ്റിംഗ് മൈൻഡാണ്. അതായത് ഒരാളോട് എന്ത് ചെയ്താലും കുറ്റബോധമില്ലാതെ അതിനെ വിട്ടുകളയാൻ തോന്നുന്ന അവരുടെ ആ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എനർജിയും അവരെ ഇന്ന് സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവർക്കൊരു
സെൽഫിഷ് മെൻറ്റാലിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങളുടെ എനർജിയിലേക്കാണ് അവരെ കണക്റ്റ് ചെയ്താലും അവർക്ക് കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്നുള്ള ഒരവസ്ഥ പ്ലസ് കുറ്റബോധം. ശരിക്കും അവർ പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു ഇംബാലൻസിങ് എനർജിയിൽ നിൽക്കുന്നു, വല്ലാതെ ബെർഡൻ ചുമക്കുന്നു. അതായത് അവർ ചെയ്യുന്നതിൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മ, അവരെടുക്കുന്ന തീരുമാനങ്ങളിലൊന്നും ഒരു പൂർണ്ണതയില്ല, സക്സസ് ഇല്ല. എല്ലാം അവസാന റിസൾട്ട് എന്ന് പറയുന്നത് ശക്തമാകുന്ന പരാജയമാണ്, വീഴ്ചയാണ് അവരിൽ കാണാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ അവരെന്ത് കാര്യങ്ങൾ ചെയ്താലും അവസാനം അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഓവർ ബെർഡൻ, ഓവർ ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടി വരുന്നു. അവർ ചിന്തിക്കാത്തതൂടെ അവരുടെ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് അവരുടെ സാഹചര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ കടന്നു പോകുന്നത്. ഇതെല്ലാം അവർക്കിപ്പോൾ ഒരു പാഠമായിട്ട് അവരൊരു ലെസൺ പഠിക്കുകയാണ്, അവരൊരു കർമ്മയിൽ പെട്ട് നിൽക്കുകയാണെന്ന് തന്നെ പറയാം. ശരിക്കും അവരെവിടെയും നിൽക്കുന്ന, അവരെന്ത് അവസ്ഥയിലാണെന്നുള്ളത് അവർക്കറിയില്ല. അവരുടെ ചിന്ത, അതായത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സോൾ എനർജി എന്ന് പറയുന്നത് പാസ്റ്റിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പ്രസൻറ്റ് സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിലും അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അവർ ശരിക്കും പാസ്റ്റിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അവർക്ക് അവിടെയാണ്, അവിടെ നിന്ന് തൊട്ടാണ് അവർക്ക് ക്ലാരിറ്റി വരുത്തേണ്ടത്, ഹീലാവേണ്ടതെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തതയുണ്ട്, നല്ല അറിവുണ്ട്, നോളജ് എനർജിയുടെ പ്രസൻസ് ഉണ്ട്, സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ്, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്, എല്ലാം ഇവരിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവരിൽ ഏറ്റവും വലിയൊരു പരാജയം പാർട്ട്ണർ പ്രസൻസിലാണ്. അവർക്കൊരു നല്ലൊരു പാർട്ട്ണർ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട, അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്ന് അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ എനർജിയിൽ നിന്നും അവർക്ക് വന്നിരിക്കുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നതും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയമാണ്. ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ അവർക്കൊന്നുമില്ല, ശൂന്യതയായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്. അപ്പോൾ അവരിനി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ശരിക്കും അവരിപ്പോൾ ഒറ്റപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഫ്യൂച്ചറിലേക്കുള്ള ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോഗ്രസ്സിനെ കുറിച്ച് അവർ ഒരു ഡിസിഷൻ എടുക്കണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം ഒരു എലോൺ എനർജി, ഒരു ഒറ്റപ്പെടലിൻ്റെ ഫീലിങ്സ്, അതല്ലെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഭയം, അവർ പാസ്റ്റും പ്രസൻറ്റും വെച്ച് അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഉൾഭയം അവരെ ശരിക്കും വേട്ടയാടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. അവർക്ക് ശരിക്കും ക്ലാരിറ്റി ഇല്ല. അവരുടെ തേടൈ ചക്ര, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള പവർ ലഭിക്കുന്ന തേടൈ ചക്രയുടെ ആക്ടിവേഷൻ അനുസരിച്ചാണ് അതിവിടെ വളരെ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അവരുടെ പാർട്ട്ണർ എനർജിയിൽ, അവരുടെ ശരിക്കും അവർ ചേർത്ത് നിർത്തേണ്ട അവരുടെ പങ്കാളിയെ ബേസ് ചെയ്ത് നോക്കുമ്പം അവർക്ക് തെറ്റു പറ്റിയിരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കാൻ പറ്റാതെ പോയ സിറ്റുവേഷൻസും ഓപ്പർച്യൂണിറ്റീസുകൾ, ഒന്നിലധികം കാര്യങ്ങളിലേക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ അവർ ഫോക്കസ് ചെയ്തതും എല്ലാം അവരുടെ ലൈഫിനെ ഇപ്പം തൽക്കാലം സ്റ്റക്കാക്കി നിർത്തിയിരിക്കുകയാണ്. അതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം കർമ്മ സിറ്റുവേഷൻസിലാണ്, ഇംബാലൻസിങ് എനർജിയിലാണ്. സാഹചര്യങ്ങളിൽ കറക്റ്റായിട്ടൊരു തീരുമാനം, ടോട്ടലി നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി ഇംബാലൻസിങ് ആണ്, കൺഫ്യൂസ്ഡ് എനർജിയാണ്. അവർക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റാതെ അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻസ് ആണെന്ന് പറയാൻ സാധിക്കും. ശരിക്കും ഇവിടെ ഇപ്പോൾ അവർക്കാണ് ബാലൻസ് വരേണ്ടത്. അവർക്ക് അവരുടേതാകുന്ന ഒരു സ്റ്റെബിലിറ്റിയാണ് വേണ്ടത്. അവരൊരു കറക്റ്റായൊരു പൊസിഷനിൽ, കറക്റ്റായൊരു തീരുമാനത്തിൽ അവർ വന്ന് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് മറ്റ് സാഹചര്യങ്ങളിലേക്ക് അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നുള്ളൂ. മനസ്സ് നിറച്ച് അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്കൊരു പാർട്ട്ണർ എനർജി വേണം, അവരുടെ ലൈഫിലെ തെറ്റുകൾ ക്ലാരിറ്റി വരുത്തണം. ഒരു പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് അവർക്കൊരു വല്ലാതെ ഒരു അടിപ്പം, അട്രാക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അവർക്ക് അങ്ങോട്ടേക്കൊന്നും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധം അവരുടെ ലൈഫ് തന്നെ ഒരു ബാലൻസ് ഇല്ലായ്മയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും പരീക്ഷണ കാലഘട്ടത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഇമോഷണൽ ഈഗോയൊക്കെ ഇപ്പം ഒരു വെല്ലുവിളി പോലെ ആയിട്ടുണ്ട് അവർക്ക് കേട്ടോ. ശരിക്കും ഒരു ഫോക്കസ്ഡ് എനർജി വേണം, കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങളെ കാണണം, ലൈഫിൽ സക്സസ് വേണം. ഇതൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും
ഇവരെ സംബന്ധിച്ച് ഇമോഷണൽ പരമാകുന്ന ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്. അത് ബാലൻസ് ചെയ്യണം. അതായത് പാസ്റ്റിലെ പ്രശ്നം തന്നെ ഇവർ ബാലൻസ് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. മെയിനായിട്ട് ഇതിനകത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന റിലേഷനിൽ അവർ കർമ്മയിൽ പെട്ടുപോയിട്ടുണ്ട്. അതായത് അവർക്കൊരു ടോക്സിക് ഫീലിങ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെ ഇവർ ഹോൾഡ് ചെയ്യുന്നത് പോലെ ചേർത്ത് നിർത്തിയിരുന്നു. പക്ഷേ നിങ്ങളെ ഇവർ അക്സെപ്റ്റ് ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ബന്ധത്തെ ഹെൽത്തി ആണെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ അൺഹെൽത്തി ഫീലിങ്സ് ആയിരുന്നു. അതായത് നിങ്ങളെ ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ മിസ്യൂസ് ചെയ്തു എന്ന് പറയേണ്ടി വരും കേട്ടോ. നമുക്ക് നിങ്ങളെ ചേർത്ത് പിടിച്ചത് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഈ വ്യക്തി വെറുതെ ഒരു ഡ്രാമ എനർജിയിൽ നിന്നതേ ഉള്ളൂ. ശരിക്കും ഒന്നുമില്ലായിരുന്നു, ഒരു ശൂന്യതയായിരുന്നു. ശരിക്കും നിങ്ങളുമായിട്ടുള്ള എനർജിയിൽ നോക്കുമ്പോൾ അവർക്ക് ശരിക്കും ഒരു ടോക്സിക് ഫീലിങ്സ് ആയിരുന്നു, ഒരു അൺഹെൽത്തി ഫീലിങ്സ് ആയിരുന്നു, ബ്ലോക്കിംഗ് എനർജി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയോ എന്നുള്ളൊരു ഉൾഭയം അവരെ വേട്ടയാടുന്നുണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇമോഷണൽ ഈഗോ, പാസ്റ്റ് എനർജിയിൽ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വാല്യുബിളായ ഒരു പേഴ്സണായിട്ട് കാണാനൊന്നും താല്പര്യമില്ലായിരുന്നു. അപ്പം ആ സിറ്റുവേഷൻസിൽ അവിടെ ഇംബാലൻസിങ്, പൊരുത്തക്കേടുകളെ മാത്രം ഇവർ കൂടുതലായിട്ട് കണക്റ്റ് ചെയ്തു. പൊരുത്തക്കേടുകളാണ് അവർ കണ്ടത് മൊത്തം. അതായത് കുറ്റം മാത്രമാണ് ഈ റിലേഷനിൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ ഇവർ കണ്ടിരുന്നുള്ളൂ. അത് അവരെ സംബന്ധിച്ച് ഇപ്പം തീർച്ചയായിട്ടും കർമ്മ പോലെ നിൽക്കുകയാണ് അവരുടെ ജീവിതത്തിൽ. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും പുറത്ത് കടന്നാൽ, നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും വിട്ടുപോയാൽ, ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നാൽ 100% അവർ ശക്തമാകുന്ന പരീക്ഷണം നേരിടേണ്ടി വരും. അവർ ശിക്ഷിക്കപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. അത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഉള്ളിൽ അത് വ്യക്തമായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സാന്നിധ്യം അവരെ ഇന്നും പിടിച്ചു നിർത്തുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും മൂവ് ഓൺ ചെയ്യുന്ന സമയം മുതൽ, ആ സെക്കൻഡ് മുതൽ ഇവർ ശരിക്കും അധപ്പതനം, ഇവർക്ക് വീഴ്ചയ്ക്ക് കാരണമാകും. അത് മാത്രവുമല്ല, അവരതിൽ സമ്മതിക്കാതെ അങ്ങനെ ഒരു അവസ്ഥ, നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഇവർ ഇതിനകത്തേക്ക് റീയൂണിയൻ കണക്ട് ചെയ്യും. കാരണം അവരുടെ സോൾ അവർക്ക് നല്ല ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്തെന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ സോൾ കണക്ഷൻസ് ആണ് കേട്ടോ. ഒരുമിച്ച് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സെലിബ്രേറ്റ് ചെയ്യാനും അതുപോലെ ഒരുപാട് നിങ്ങൾക്കിടയിൽ നല്ല യോഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും ആ വ്യക്തി പുറത്തേക്ക് കടന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഇവർ ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ചൊരു ലോങ് ടൈം സക്സസ് എനർജി ഉള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട്. കൂടി ചേരാനുള്ള യോഗമുണ്ട്. ഏറ്റവും നല്ല പാർട്ട്നേഴ്സായിട്ട് മുന്നോട്ട് പോകാനുള്ള യോഗമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള എനർജി വളരെ അട്രാക്റ്റഡ് ആണ്. ഒരുമിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ലൈഫിൽ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ സക്സസ് നേടാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്. നിങ്ങൾക്ക് തമ്മിലുള്ള എനർജി കണക്ഷൻസ് വളരെ പോസിറ്റീവാണ്. നിങ്ങൾക്ക് സ്റ്റാറായി നിൽക്കാൻ സാധിക്കും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ. പക്ഷേ ഇവിടെ ആ ഒരു കൺഫ്യൂസ്ഡ് എനർജി, ഇമോഷണലി ഉള്ള ആ ഒരു കൺഫ്യൂഷൻ എനർജി നിങ്ങൾക്കിടയിൽ വളരെയധികം ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുന്നു. പക്ഷേ ചേരേണ്ടതാണ്. നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായി പോകാൻ പറ്റുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി മനസ്സിലാക്കി പോകാൻ പറ്റുന്ന, സംതൃപ്തമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉള്ള എനർജി ആയിട്ട് തന്നെയാണ് നമുക്ക് നിങ്ങളെ തമ്മിൽ കാണാൻ സാധിക്കുന്നത്. എന്താണേലും സെപ്പറേറ്റഡ് ആയ വ്യക്തികൾക്ക് റീയൂണിയൻ ഉള്ള യോഗമുണ്ട് കേട്ടോ. തടസ്സങ്ങളുണ്ട് കുറച്ചൊക്കെ തമ്മിലുള്ള ഈഗോ പ്രോബ്ലംസ് ആണ് പേഴ്സണാലിറ്റിയിൽ സംഭവിക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യക്തിത്വത്തിൻ്റെ എനർജിയിൽ, അതായത് നിങ്ങളുടെ ക്യാരക്ടറും അവരുടെ ക്യാരക്ടറും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് തന്നെ മെയിൻ പ്രശ്നമുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു മത്സര ബുദ്ധി പോലെ കാണാൻ, പിന്നെ കുറച്ച് ഈഗോയും, പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കിടയിൽ ആ ഒരു പേഴ്സണാലിറ്റി പ്രോബ്ലംസ് തന്നെ ഇറിറ്റേഷന് കാരണമാവുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം, പിന്നെ ഫ്രസ്ട്രേഷൻ എനർജി, കുറച്ച് നിരാശയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ ടോട്ടലി നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പല രീതിയിൽ കോൺഫ്ലിക്റ്റ് ആണ്.
വഴക്കിലാണ് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്കിടയിൽ റിയൂണിയൻ ബ്ലോക്കിംഗ് ആക്കി കളയുന്നു. അതായത് ഒരു റിയൂണിയൻ എനർജിക്ക് ഒരു ബ്ലോക്കേജ് വരുത്തുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ മെയിൻ പ്രശ്നം മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത ഇൻവോൾവ്മെൻറ്റ്. മറ്റുള്ളവർ ഈ ഒരു റിലേഷനിൽ പുറത്ത് നിന്ന്, അതായത് മറ്റ് എനർജികളുടെ പ്രസൻസ്, അത് സൗഹൃദമാകാം, മറ്റു ഫാമിലി ലൈഫിൻ്റെ എനർജി ആവാം, മറ്റുള്ളവരുടെ ഓവറായിട്ടുള്ള കൈകടത്തലും നിങ്ങളുടെ റിലേഷനിൽ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഒരു ജസ്റ്റിസ് എനർജിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കുന്ന, നീ ഞാൻ എന്നുള്ള ആ ഒരു വിധി നടപ്പിലാക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്കിടയിലുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷനിനകത്ത് ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനാണ് ശരി എന്നുള്ള രീതിയിലുള്ള ഒരു ഈഗോ എനർജി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണവും മറ്റുള്ളവർ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത് കൊണ്ടാണ്. എന്താണേലും ഇവിടെ ടോട്ടലി നമുക്ക് പറയാനുള്ള എനർജി എന്ന് പറഞ്ഞാൽ റിയൂണിയൻ പ്രസൻസിനുള്ള യോഗമുണ്ട്. പക്ഷേ അവിടെ ഒരു സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജി, ചീറ്റിംഗ് എനർജി, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് തുറന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാതെ മാറിപ്പോകുന്ന ഒരവസ്ഥ, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് തന്നെയാണ് മെയിനായിട്ട് ഇതിനകത്ത് കാണുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ അവർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. വളരെ സക്സസ് ആയിട്ട്, വളരെ പ്രതീക്ഷയോടുകൂടി ഫ്യൂച്ചറിലേക്ക് പോകാൻ പറ്റുന്ന രണ്ട് എനർജികൾ തന്നെയാണ് നിങ്ങൾ കൂടി ചേർന്നാൽ വളരെ പ്രഷ്യസ് ആയിട്ട് നിലനിൽക്കും. പക്ഷെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന, അതായത് സംസാരത്തിലും മറ്റുമൊക്കെ നിങ്ങൾക്കിടയിൽ വരുന്ന ആ ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാറിയാൽ മാത്രമാണ്. അതായത് ഫേസ് ടു ഫേസ് നിങ്ങളൊന്ന് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പക്ഷെ അവിടെ ഈഗോ കുറയണം. അല്ലെങ്കിൽ ഒരാൾ വിട്ടുവീഴ്ച തയ്യാറാവണം. ഇല്ലെങ്കിൽ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി മനസ്സിലാക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് നിൽക്കുന്നതും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജി വരുത്തുന്നുണ്ട്. പക്ഷേ പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അട്രാക്റ്റഡ് ആകുന്ന നിങ്ങളിലേക്ക് തന്നെയാണ്. പക്ഷെ നിങ്ങളിലേക്ക് വ്യക്തി അട്രാക്റ്റഡ് ആണെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ച് തടസ്സങ്ങളുണ്ടല്ലോ. നിങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഓവർ കോൺഫിഡൻസ് കാണിക്കുന്നതും എല്ലാം ഇതിനകത്ത് പ്രശ്നങ്ങൾ തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ റിലേഷൻ വെല്ലുവിളിയാണ്. അറിഞ്ഞ് മനസ്സിലാക്കി രണ്ട് വ്യക്തികളുടെയും എനർജിയുടെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും പ്രഷ്യസ് ആയിട്ട് പോകാൻ പറ്റുന്ന ബന്ധം തന്നെയാണ്. സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി നിൽക്കുന്നു. അതായത് ഒരു മായാവലയത്തിൽ പെട്ടുപോകുന്ന പോലെ, അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻസ്, അറിയാതെയാണെങ്കിലും മറ്റു കാര്യങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻസ്, അഡിക്ഷൻ ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിയിൽ കറൻ്റിലി സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ അഡിക്ഷൻ ഫീലിങ്സിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു മായാവലയത്തിൽ പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ പുറത്ത് കടക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ സമയം ചേഞ്ചിങ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് പ്രെയർ ചെയ്യുക കേട്ടോ. അതായത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കോ അല്ലെങ്കിൽ അഫർമേഷൻസോ എന്തെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വേണം എന്നുണ്ട് എങ്കിൽ മാത്രം കേട്ടോ. രണ്ടുപേരും യഥാശക്തി മഹാബലമാണ്. അതായത് ഒരാൾക്ക് മുമ്പിൽ ഒരു രീതിയിലും ഒരു ഫീലിങ്സും അടിയറ വെക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. മത്സരമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സര ബുദ്ധിയുടെ എനർജി കാണുന്നുണ്ട്. അതൊക്കെ കുറച്ചൊന്ന് മാറണം. അത് രണ്ടുപേരും അറിഞ്ഞു മാറ്റണം. അപ്പോൾ മാത്രമാണ് അവിടെ ചേഞ്ചിങ് ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ മാത്രം ഒന്ന് ഹീലായാലും അവരിൽ അത് മായാതെ നമുക്ക് കാര്യം നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളും അവരും ഒരുപോലെ ചേഞ്ച് ആവാനായിട്ട്, നിങ്ങൾ ചേഞ്ച് ആവുന്നതിനോടൊപ്പം നിങ്ങൾ അഫർമേഷൻസ് എഴുതി അവരെയും കൂടി ഹീലാക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ശരിക്കും ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചിട്ടുണ്ട്. ഹാർട്ട് ബ്രോക്കൺ രണ്ടു പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്കിവിടെ ഒരാളെ മാത്രം കുറ്റം പറയാൻ, അല്ലെങ്കിൽ ഒരാളിൽ മാത്രം പ്രശ്നങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ രണ്ട് വ്യക്തികളും വളരെ ശക്തരായ മനസ്സുള്ളവരാണ്.
രണ്ട് വ്യക്തികളും ഇമോഷൻസിനേക്കാൾ വൈകാരികമാകുന്ന എനർജിയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ചിന്തിച്ച്, അതായത് ആ ഒരു ബ്രെയിനിൻ്റെ ഗൈഡൻസിനാണ്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇമോഷണലി അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ വെല്ലുവിളികൾ വളരെ ശക്തമായിട്ട് ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ. എന്താണെങ്കിലും 2 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അവരുടെ ഉള്ളിൽ നിരാശയുണ്ട് കേട്ടോ, ശക്തമാകുന്ന വിഷമമുണ്ട്. അവർ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് ഹൈഡ് ചെയ്തത് ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവരുടെ ആ ഒരു പവർ, ആ പ്രൗഡിയായ ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവർ കാണിച്ച ഈഗോ, അവർക്കെല്ലാം അവർ പൂർണ്ണമാണ്, അവരൊരു പൂർണ്ണതയുള്ളതാണ്, നിങ്ങൾ അങ്ങനെ അല്ല എന്ന് ചിന്തിച്ച, നിങ്ങൾക്ക് വില കൽപ്പിക്കാതെ പോയ ചില സന്ദർഭങ്ങൾ, ഇതെല്ലാം അവർക്ക് നിരാശ തോന്നിപ്പിക്കുന്നുണ്ട്. അതായത് അവർക്ക് തെറ്റുപറ്റി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അവർ നിങ്ങളെ ഒരു ഹാപ്പി ഫാമിലി എനർജി ആയിട്ട്, ഒരു പൂർണ്ണതയായിട്ട് കാണുന്നുണ്ട്. അവർ സെൽഫ് പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്ത്, അവർ സെൽഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. അവർ പ്രൊട്ടക്റ്റ് ചെയ്തു. നിങ്ങളെ ഒരു രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യാതെ നിങ്ങൾ ഒരു പക്ഷേ ഇരയാക്കി കാണും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളൊരു കുറ്റവാളി, അല്ലെങ്കിൽ കുറ്റം ചെയ്ത വ്യക്തിയെപ്പോലെ, അല്ലെങ്കിൽ നിങ്ങളിൽ കുറ്റങ്ങളാണ് അവർ എന്താ പറയുക, കുറ്റങ്ങൾ ചുമത്തി നിങ്ങളുടെ മേലെ. പക്ഷെ എന്നിട്ട് അവർ പ്രൊട്ടക്റ്റഡായി. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളെ അവരോടൊപ്പം തന്നെ ചേർത്ത് നിർത്തണമായിരുന്നു. ഒരു ഹാപ്പി ഫാമിലി എനർജിയിലുള്ളവരിലൊക്കെ നോക്കുമ്പോൾ ഒരു ഹാപ്പി ഫാമിലി എനർജി ക്രിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് ചിന്തിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ മോശം പറഞ്ഞെങ്കിലും മറ്റുള്ളവർക്ക് ചെവി കൊടുത്തത് തെറ്റായി പോയി എന്നുള്ളതും അവർ ശക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അവരെപ്പോഴും ചിന്തിക്കുന്നത് പാസ്റ്റിലേക്ക് തിരിച്ചു പോരാൻ പറ്റിയിരുന്നെങ്കിൽ, കാര്യങ്ങൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സമയം വളരെ മോശമായൊരവസ്ഥയാണ്. അവർ ഒരു റിയൂണിയൻ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചർ പ്ലാനിങ്ങിനായിട്ട്. അവരുടെ ഉള്ളിലെ ഏറ്റവും വലിയൊരു ഉൾഭയം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് ഓപ്ഷൻ ഉള്ള വ്യക്തിയാണ്, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക്. അത് വെച്ച് ഒരു പക്ഷേ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് അവർക്ക് മറ്റ് കാര്യങ്ങളുണ്ട് എന്ന് ചിന്തിച്ച് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് പോയിട്ടുണ്ടോ? ഈ ബന്ധത്തിൽ എഫോർട്ട് എടുക്കുന്നതിൽ ഇനി അർത്ഥമുണ്ടോ? അല്ലെങ്കിൽ ഈ ബന്ധത്തെക്കുറിച്ച് ഇനി ഞാൻ ചിന്തിക്കുന്നതിൽ ഇതിലേക്ക് എനിക്കിനി എന്തെങ്കിലും ഒരു അവസരം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഇമോഷണലി അവരിപ്പം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആണ്. പക്ഷേ അവരുടേതാകുന്ന ചില കാര്യങ്ങളിൽ, അതായത് നിങ്ങളിൽ അവർ പാസ്റ്റിലേക്ക് തന്നെ നോക്കി നിന്നുകൊണ്ട് അവർ കറൻ്റിലി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഉള്ളിൽ നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കണക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് വരാനുള്ള ചില എനർജികൾ അവരിൽ, അതായത് ചിന്തകളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു ആദ്യത്തെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയൊക്കെ മാറി അവരിൽ ഇപ്പോൾ ഒരു കാര്യങ്ങളെ ഒന്ന് തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് ഇന്നത്തെ എനർജിയിൽ കാണുന്നുണ്ട് കേട്ടോ.